ചെയ്തത് പലതും ചെയ്യാൻ ഇനിയും എന്ന ക്യാപ്ഷനോടെയാണ് പാലക്കാട് നഗരസഭയിലെ 9-ാം വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി TS മീനാക്ഷി വോട്ടർമാരുടെ മുന്നിലെത്തുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ചാൽ ജനമനസ്സുകളിൽ ഇടം പിടിക്കാമെന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കുന്ന പ്രവർത്തന പരിപ്രേക്ഷ്യമാണ് TS മീനാക്ഷി പ്രാവർത്തികമാക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസന പ്രവർത്തനങ്ങളിൽ മനസ്സർപ്പിക്കുന്നുവെന്നതാണ് മീനാക്ഷിയെ വ്യത്യസ്തയാക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റായ TS മീനാക്ഷി 2015 ആദ്യമായി പാലക്കാട് നഗരസഭയിൽ കൗൺസിലറായി അരങ്ങേറ്റം കുറിക്കുന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ചതോടെ നഗരസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ പാലക്കാട് നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ TS മീനാക്ഷിയുടെ പ്രവർത്തന മികവിൻ്റെ വിജയമുദ്ര പതിയുകയായിരുന്നു. 9-ാം വാർഡിൽ നിന്നും വിജയിച്ചാൽ വാർഡിൽ കുടിവെള്ളം, റോഡ്, വെളിച്ചം, ക്ഷീരമേഖല, തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന മേഖലകളിൽ വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് TS മീനാക്ഷി വോട്ടർമാരുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബർ 11 നടക്കുന്ന വിധി നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാണ് പാലക്കാട് നഗരസഭയിലെ 9-ാം വാർഡ്. ഈ 9-ാം വാർഡിൽ മത്സരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള TS മീനാക്ഷിയാണ്. 53 വാർഡുകളിൽ 53-ാമത്തെ വാർഡായിട്ട് പുതിയൊരു വാർഡ് രൂപീകൃതമായപ്പോൾ മാട്ടുമന്ത വാർഡാണ് 2ായത്. സ്വാഭാവികമായും ഈ വാർഡിൻ്റെ മുൻ ജനപ്രതിനിധി കൂടിയാണ് TS മീനാക്ഷി. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിന് വേണ്ടി TS മീനാക്ഷി നടപ്പിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും BJPയുടെ പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുമായിട്ടാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല നഗരസഭയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് അവർ ശ്രീമതി മീനാക്ഷി. അതെ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. എന്ത് പറയുന്നത്, എങ്ങനെയാണ് ഫീഡ്ബാക്ക്? അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. ഇവിടെ നമ്മൾ വോട്ട് ചോദിച്ചു പോകുന്നത് ഒരു പ്രോഗ്രസ് കാർഡുമായിട്ടാണ്. അല്ലാതെ നമ്മളൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്ത പല കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. 53 വാർഡ്, ഒരു വാർഡാണ് പാലക്കാട് നഗരസഭയിൽ കൂടിയത്, അത് മാറിയത് നമ്മുടെ വാർഡാണ്. അപ്പോൾ അത്രയധികം 2 വാർഡിലേക്കുള്ള ഫണ്ടുകൾ ലഭിച്ചാൽ മാത്രം പൂർത്തീകരിക്കാവുന്ന വർക്കുകളുള്ള ഒരു വാർഡിലെ ഫണ്ട് ലഭിച്ചിട്ട് പൊൻവെക്കുന്ന സ്ഥലത്തെ പൂ എന്ന പോലെ പല സ്ഥലത്തും പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുകയും അതിൽ നിന്ന് ഉള്ള ജനങ്ങൾ ആദ്യമായിട്ട് ഞാൻ ക്ഷേമകാര്യം എന്ന് കമ്മിറ്റി പറഞ്ഞപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കമ്മിറ്റി ആയിരുന്നു അത്. ജനങ്ങളുടെ ക്ഷേമം മാത്രം ഉദ്ദേശിച്ച് എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയത് ഒരു 20 കുടുംബങ്ങൾക്ക് 300 ദിവസത്തെ തൊഴിൽ കൊടുത്ത ഒരു തൊഴിലുറപ്പ് പദ്ധതി രൂപീകരിച്ച് കൃഷിയും മറ്റും വികസിപ്പിച്ചെടുത്തപ്പോൾ ഒരു 300 കുടുംബങ്ങൾ അതിൽ അവരുടേതായിട്ടുള്ള ജീവിത രീതി കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ പലതരത്തിലുള്ള നൂതനമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ആരോഗ്യ കേന്ദ്രം പാലക്കാട് നഗരസഭ 9 കൊണ്ടുവന്നപ്പോൾ അതിലൊന്ന് മാട്ടുമന്തയ്ക്ക് എത്തിക്കുവാൻ പറ്റി എന്നുള്ളതാണ് അടുത്തത്. ആർക്കും ഒരു ദിവസം ലീവ് എടുക്കാതെ 2 മണിക്ക് ശേഷമുള്ള ഡോക്ടറെ കാണുകയും അവിടെ നിന്ന് എല്ലാ മരുന്നുകളും ഫ്രീ ആയി ലഭിക്കുകയും ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മാറ്റുവാൻ ഞാൻ തയ്യാറാണ് എന്നത് പറഞ്ഞുകൊണ്ടാണ് ഞാനിന്ന് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ആ കുറവുകളെല്ലാം മാറ്റിക്കൊണ്ട് ഇന്ന് ഞാൻ വെക്കുന്ന ഒരു ബോർഡിൽ തന്നെ ഞാൻ പറഞ്ഞത് ചെയ്തത് പലതും ചെയ്യാൻ ഇനിയും എന്നുള്ളത് കൂടുതലാണെന്ന് എനിക്കറിയാം. ആ കാര്യങ്ങൾ ഇന്ന് വാർഡ് ചെറുതായപ്പോൾ പല കാര്യങ്ങളും ജനങ്ങളുടെ കൂടെ നിന്ന്, എനിക്ക് സത്യം പറഞ്ഞാൽ ജനങ്ങളാണ് എൻ്റെ ശക്തി. ഈ ഒരു റിപ്പോർട്ട് കൊണ്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 100% വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ തൊഴിലുറപ്പ് കൊടുത്ത പോലെ ഞാൻ വിചാരിക്കുന്നു കുറേ പേർക്ക് ലോണുകൾ കൊടുക്കുന്നതിൽ വലിയ കാര്യമില്ല എന്നും സ്ത്രീ ജനങ്ങൾക്ക് പലതുമായിട്ട് ഞാൻ 1-2 ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് ഒരു ചെറിയ കമ്പനി പോലെ രൂപീകരിച്ച് ഒരു 10 സ്ത്രീകൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ആശയം. പിന്നെ മറ്റുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ റോഡ് ചാല എന്ന് പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ കിട്ടുന്ന സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് കൊണ്ട് ഈ വാർഡിനെ ഏറ്റവും നല്ലൊരു വാർഡായി മാറ്റുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. പാലളക്കുന്ന എല്ലാ ക്ഷീരകർഷകർക്കും കഴിഞ്ഞ വർഷം മുതൽ അവർക്ക് 15,000 രൂപ വരെ, മാക്സിമം 15,000 രൂപ വരെ അളക്കുന്ന പാലിൻ്റെ ഒരു സബ്സിഡി ഇന്ന് എത്തിക്കാൻ പറ്റി. അതിലെല്ലാ ആളുകൾക്കും കിട്ടുന്നുണ്ട്. എന്നതുപോലെ തന്നെ എനിക്ക് ഈ 9-ാം വാർഡിൽ ചാൻസ് കിട്ടുമ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും ആദ്യമായിട്ട് 9ഉം 10ഉം വാർഡുകളെയും ഈ 7-ാം വാർഡിനെയും കൂട്ടിച്ചേർത്തുള്ളൊരു സൊസൈറ്റി രൂപീകരണം ഏറ്റവും മുന്നിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഈ മറ്റേ മാട്ടുമന്ത കാളിപ്പാറ റോഡല്ലേ, ഈ റോഡ് ഇത്രയും ഭംഗിയായിട്ട്
ആദ്യം പൂർത്തീകരിച്ചത് മീനാക്ഷിയാണ് തോന്നുന്നു. ഈ PWD യുടെ വർക്കാണ് വർക്ക് ചെയ്യിപ്പിച്ചത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് പലരും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കുടിവെള്ളത്തിന് യാതൊരു പ്രശ്നമില്ല. എപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മീനാക്ഷിയെ വിളിച്ചാൽ മീനാക്ഷി കഴിയുന്നത്ര വേഗം വന്ന് ഞാൻ പറയുന്ന ഡിഫക്റ്റുകൾ റെക്ടിഫൈ ചെയ്യാറുണ്ട്. നല്ലൊരു ജനപ്രതിനിധിയാണ്, അതിലൊരു സംശയവുമില്ല നമുക്ക് മീനാക്ഷി ചേച്ചിയോട്. ഏത് കാര്യത്തിന് എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആണ്. അത് വലിയൊരു കാര്യമാണ്. കാരണം എപ്പോഴും നമ്മൾ ഏത് ചെറിയ കാര്യത്തിന് വിളിച്ചാൽ പോലും എല്ലാ കാര്യങ്ങൾക്കും വരാനും അതുപോലെ പുതിയ നൂതനമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താനും അത് നടപ്പിലാക്കാനും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നല്ല രീതിക്ക് ഈ ഒരു വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീമതി മീനാക്ഷി, എന്താണ് ഈ നമ്മുടെ വാർഡിലെ വോട്ടർമാരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് എനിക്ക് പറയുവാനുള്ളത്, ഞാനൊരു പുതിയ ആളല്ല. എന്താണെങ്കിലും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചാൽ എല്ലാ പ്രാവശ്യവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഓരോരുത്തരോടും വിനീതമായി അഭ്യർത്ഥിക്കാനാണ് ഞാനുള്ളത്.